ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാണെന്നറിയാമോ? സ്വന്തം വീടിന്റെ ലോക്കറിന്റെ കോഡ് കള്ളന് തന്നെ പറഞ്ഞുകൊടുക്കുന്നവൻ. എന്നാൽ സുഹൃത്തേ, നിങ്ങളും അറിയാതെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ തെറ്റാണ്. ആരെയാണോ നിങ്ങൾ ബന്ധുക്കളെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത്, സത്യത്തിൽ അവർക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾക്കുമേൽ കണ്ണുവെക്കാനുള്ള ക്ഷണക്കത്താണ് നിങ്ങൾ നൽകുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ നാവിലൂടെ പുറത്തുവിട്ടാൽ നിങ്ങളുടെ തകർച്ചയുടെ തുടക്കമാകുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, പാമ്പിന് പാൽ കൊടുക്കുന്നത് സ്വന്തം വിഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന്. അതുപോലെ നിങ്ങളുടെ ചിരിയും സന്തോഷവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. സുഹൃത്തുക്കളെ, ഇതൊരു കൈപ്പേറിയ സത്യമാണ്. നിങ്ങൾ ജയിച്ചു നിൽക്കുമ്പോൾ കൈയടിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ നിങ്ങൾ 0-ൽ നിൽക്കുമ്പോൾ, നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ വരുന്ന കൈകൾ പലപ്പോഴും നിങ്ങളുടെ സ്വന്തം വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും തന്നെയായിരിക്കും. പുറത്തെ ശത്രു ശരീരത്തെ മാത്രമേ മുറിവേൽപ്പിക്കൂ, എന്നാൽ വീടിനുള്ളിലെ ശത്രു നിങ്ങളുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയുമാണ് നേരിട്ട് ആക്രമിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഇരുണ്ട നീതിപുസ്തകങ്ങളിൽ എഴുതപ്പെട്ട വെറും വാക്കുകളല്ല. ജീവിതത്തിൽ എന്തെങ്കിലും വലുതായി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഓരോ മനുഷ്യനും അനുഭവിച്ചറിഞ്ഞ പച്ചയായ സത്യമാണിത്. ബന്ധുത്വം എന്നത് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം നടക്കുന്ന കുരുക്ഷേത്രമല്ല, മറിച്ച് വാക്കുകൾ കൊണ്ടും വിവരങ്ങൾ കൊണ്ടും യുദ്ധം നടക്കുന്ന ഇടമാണ്. നിങ്ങളെക്കുറിച്ച് എത്രത്തോളം കൂടുതൽ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടോ, അത്രത്തോളം ആഴത്തിൽ അവർക്ക് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ കരുതും, അതെന്റെ വല്യച്ഛനല്ലേ, അതെന്റെ അമ്മായിയല്ലേ, എന്റെ കസിനല്ലേ, അവരോട് എന്തു മറയ്ക്കാനെന്ന്. ഈ നിഷ്കളങ്കതയാണ് നിങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുന്നത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അമിതമായ അടുപ്പം അവഗണനയ്ക്കും അമിതമായ തുറന്നുപറച്ചിൽ നാശത്തിനും കാരണമാകുമെന്ന്. നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകം എല്ലാവർക്കും മുന്നിൽ തുറന്നുവെച്ചാൽ ആളുകൾ അതിനെ ബഹുമാനിക്കുകയല്ല, മറിച്ച് അതിലെ പേജുകൾ കീറി അവർക്കിഷ്ടമുള്ള രീതിയിൽ കഥയുണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ വായയ്ക്ക് പൂട്ടിടേണ്ട 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 രഹസ്യങ്ങൾ ഞാനിതാ ഇന്ന് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇതിലൊരു പൂട്ട് തുറന്നാൽ മതി നിങ്ങളുടെ തകർച്ചയും നിങ്ങളുടെ പണവും നിങ്ങളുടെ സമാധാനവും മോഷ്ടിക്കപ്പെടാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെയും ഏറ്റവും മാരകവുമായ ആ പൂട്ടിൽ നിന്ന് തുടങ്ങാം. 99% ആളുകളും ആവേശത്തിൽ ഈ തെറ്റ് ചെയ്യുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ ഗുപ്തനിയമം: നിങ്ങളുടെ അടുത്ത നീക്കം ഒരു പ്രേതത്തെപ്പോലെ അദൃശ്യമായിരിക്കണം. സുഹൃത്തുക്കളെ, ചാണക്യനീതിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശ്ലോകമുണ്ട്. മനസ്സിൽ ചിന്തിച്ച കാര്യം അത് പൂർത്തിയാകുന്നതുവരെ നാവുകൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്നാണത് പറയുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നു, നമ്മളൊരു പുതിയ ബിസിനസ് ഡീൽ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ സ്ഥലം വാങ്ങാൻ ആലോചിക്കുന്നു. ആ കാര്യം നമ്മുടെ വയറ്റിൽ കിടക്കില്ല. ഏറ്റവും ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ബന്ധുവിനെ ഫോൺ വിളിച്ചു പറയും, അമ്മാവ അനുഗ്രഹിക്കണം, ഞാൻ അടുത്ത മാസം പുതിയൊരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇത് പറയുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ പരാജയത്തിന് വിത്തിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട്? ഇതിനു പിന്നിൽ 2 വലിയ മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഡോപാമൈൻ എന്ന ലഹരിയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഒരാളോട് പറയുകയും അവർ വൗ കൊള്ളാമല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ കാര്യം പൂർത്തിയായാൽ ലഭിക്കേണ്ട അതേ സംതൃപ്തി നിങ്ങളുടെ തലച്ചോറിന് അപ്പോൾ തന്നെ ലഭിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, നിങ്ങളുടെ ആ വിശപ്പ് കെട്ടടങ്ങുന്നു, പിന്നെ ആവേശത്തോടെ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. എന്നാൽ രണ്ടാമത്തെ കാരണം കൂടുതൽ അപകടകരമാണ്. അതാണ് നെഗറ്റീവ് പ്രൊജക്ഷൻ അഥവാ കണ്ണുവെക്കൽ. നിങ്ങൾ വലുതാകാൻ പോകുന്നു എന്ന് ഒരു ബന്ധുവിനോട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്റെ അനന്തിരവൻ എത്ര മിടുക്കനാണെന്നല്ല, മറിച്ച് ഇവൻ വലിയവനായാൽ എന്റെ മകൻ ഇവന്റെ മുന്നിൽ ചെറുതായി പോകുമല്ലോ എന്നാണ്. ഇതാണ് അസൂയയുടെ മനഃശാസ്ത്രം. പിന്നെ തുടങ്ങും മധുരത്തിൽ പൊതിഞ്ഞ വിഷം നൽകുന്ന പണി. അവർ നിങ്ങളോട് പറയും, മോനെ, ഐഡിയ നല്ലതാണ്, പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്. ശർമ്മജിയുടെ മകനും ഇതുതന്നെയാണ് ചെയ്തത്. ഇന്ന് അവൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അവർ നിങ്ങളുടെ മുന്നിൽ 100 തടസ്സങ്ങൾ നിരത്തും. നിങ്ങളെ രക്ഷിക്കുകയല്ല, നിങ്ങളെ പേടിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പതുക്കെ പതുക്കെ അവരുടെ നെഗറ്റീവ് വർത്തമാനങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കയറിക്കൂടുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സംശയം തോന്നിത്തുടങ്ങുന്നു. ജോലിയിൽ ഉപയോഗിക്കേണ്ട ഊർജം ഇപ്പോൾ സംശയങ്ങളോട് പോരാടാൻ ചിലവഴിക്കേണ്ടി വരുന്നു. അവസാനം എന്തു സംഭവിക്കുന്നു? നിങ്ങൾ ആ കാര്യം തുടങ്ങുകയേയില്ല, അല്ലെങ്കിൽ പേടിച്ച് ചെയ്ത് പരാജയപ്പെടുന്നു. എന്നിട്ട് രസകരമായ കാര്യം നോക്കൂ, ഇതേ ബന്ധുക്കൾ തന്നെ വന്ന് സഹതാപം കാണിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഈ ഇരുണ്ട നീതിയുടെ ഒന്നാമത്തെ നിയമം വാർത്ത കൊടുക്കാനല്ല, സർപ്രൈസ് കൊടുക്കാനാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ പ്ലാനുകൾ എത്രത്തോളം രഹസ്യമായിരിക്കണം എന്നാൽ നിങ്ങൾ വിജയിക്കുന്ന ദിവസം ബന്ധുക്കൾക്ക് അതൊരു വാർത്തയാകരുത്, അതൊരു വലിയ ഞെട്ടലായിരിക്കണം. ഫലം ശബ്ദമുണ്ടാക്കുമ്പോൾ അസൂയക്കാരുടെ വായ താനേ അടഞ്ഞോളും. ഓർക്കുക, സമയത്തിനു മുൻപേ വെളിപ്പെടുത്തുന്ന പദ്ധതി ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ച കുഞ്ഞിന് തുല്യമാണ്. അതിനൊരു ഭാവി ഉണ്ടാകില്ല. നിങ്ങളുടെ അടുത്ത നീക്കം അത് ചരിത്രമാകുന്നതുവരെ ഒരു രഹസ്യമായി സൂക്ഷിക്കുക. പക്ഷെ സുഹൃത്തുക്കളെ, പ്ലാൻ മാത്രം മറച്ചുവെച്ചാൽ മതി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റി.
കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം പ്ലാനിനേക്കാളും ലോലമായ ഒന്നാണ്. പ്ലാൻ തകർന്നാൽ പുതിയതുണ്ടാക്കാം. പക്ഷെ ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ അവർ നിങ്ങളുടെ നട്ടെല്ല് തകർക്കും. നമ്മൾ പലപ്പോഴും വികാരഭരിതരായി സ്വന്തം ആളുകളാണല്ലോ എന്ന് കരുതി ചെയ്യുന്ന തെറ്റാണിത്. രണ്ടാമത്തെ ഗുപ്തനിയമം നിങ്ങളുടെ ബലഹീനതകളുടെയും സങ്കടങ്ങളുടെയും പരസ്യം കൊടുക്കുന്നത് നിർത്തുക. മനുഷ്യന്റെ സ്വഭാവമെന്തെന്നാൽ അവൻ ദുഃഖിതനായിരിക്കുമ്പോൾ ചായാൻ ഒരു തോൾ ആഗ്രഹിക്കും. വീട്ടിൽ വഴക്ക് നടക്കുന്നു, ഭാര്യയുമായി ഒത്തുപോകുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിയമപ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം നിർണായക സമയങ്ങളിൽ നമുക്ക് തോന്നും, മുതിർന്ന അമ്മാവനോടൊന്ന് സംസാരിക്കാം, അദ്ദേഹം എന്തെങ്കിലും വഴി കാണിച്ചു തരും, അല്ലെങ്കിൽ കസിൻ സിസ്റ്ററോടൊന്ന് പറയാം, മനസ്സിന് ആശ്വാസം കിട്ടുമെന്ന്. നിൽക്കൂ, ഇവിടെ നിങ്ങൾ സ്വന്തം മരണവാറണ്ടിലാണ് ഒപ്പിടുന്നത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വേദനയുടെ പ്രദർശനം ഒരിക്കലും നടത്തരുത്. കാരണം ലോകത്തിന്റെ കയ്യിൽ മുറിവുണക്കാനുള്ള മരുന്നിനേക്കാൾ കൂടുതൽ മുറിവിൽ തേക്കാനുള്ള ഉപ്പാണുള്ളത്. നിങ്ങളൊരു ബന്ധുവിനോട് നിങ്ങളുടെ ബലഹീനതയോ വീട്ടിലെ വഴക്കോ പറയുമ്പോൾ അവർക്ക് ദുഃഖമല്ല ഉണ്ടാകുന്നത്, അവർക്ക് നല്ലൊരു കണ്ടന്റാണ് കിട്ടുന്നത്, അവർക്ക് മസാലയാണ് കിട്ടുന്നത്. നിങ്ങൾ കരഞ്ഞുകൊണ്ട് അവരോട് സങ്കടം പറയുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ചിലപ്പോൾ 2 തുള്ളി കണ്ണീർ പൊഴിക്കും, നിങ്ങളുടെ തലയിൽ ഒന്ന് തടവുകയും ചെയ്യും. പക്ഷേ അവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം നിങ്ങളുടെ ആ ദുഃഖം ബ്രേക്കിംഗ് ന്യൂസായി മാറും. പിറ്റേ ദിവസം കുടുംബം മുഴുവൻ അറിയും ഇവന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന്. സഹതാപം കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവഹത്യയ്ക്കുള്ള ആയുധമായി മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നാളെ നിങ്ങളെല്ലാം ശരിയാക്കി, നിങ്ങൾ വലിയ നിലയിലെത്തിയാലും ബന്ധുക്കൾ നിങ്ങളുടെ ആ പഴയ ബലഹീനത ഓർത്തുവെക്കും. എപ്പോഴൊക്കെ നിങ്ങൾ തല ഉയർത്തുന്നുവോ അപ്പോഴൊക്കെ അവർ രഹസ്യമായി പറയും, ഏയ് അവന്റെ കാര്യം വിട്, അവന്റെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ, അന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നതല്ലേ എന്ന്. അവർ നിങ്ങളുടെ ആ ഒരു ബലഹീനതയെ നിങ്ങളുടെ മുഴുവൻ അടയാളമായി മാറ്റും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ, എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയകാലത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുക, അല്ലാതെ ബന്ധുക്കളോട് പറയരുത്. കാരണം ശത്രു നിങ്ങളുടെ ശക്തിയെയാണ് ആക്രമിക്കുന്നത്, എന്നാൽ ബന്ധുക്കൾ എപ്പോഴും നിങ്ങളുടെ മുറിവുകളെയാണ് ആക്രമിക്കുക. നിങ്ങൾക്ക് അപമാനത്തെ പേടിയാണെന്ന് അവർക്ക് മനസ്സിലായാൽ അവർ മനഃപൂർവ്വം ആളുകൾക്കിടയിൽ വെച്ച് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കും. നിങ്ങൾ വൈകാരികമായി ദുർബലനാണെന്നറിഞ്ഞാൽ അവർ നിങ്ങളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യം സാധിക്കും. ഒരു രാജാവ് അല്ലെങ്കിൽ വിജയിച്ച ഒരു വ്യക്തി എപ്പോഴും പുറമെ കല്ലുപോലെ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. അവന്റെ മുഖം കണ്ടാൽ ഉള്ളിൽ കൊടുങ്കാറ്റാണോ അതോ ശാന്തമാണോ എന്ന് ആർക്കും പറയാൻ കഴിയരുത്. സ്വന്തം യുദ്ധം സ്വന്തമായി പൊരുതാൻ പഠിക്കുക. ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ബന്ധുക്കളുടെ ചെവികൾ റഡാർ പോലെയാണ്, അത് നെഗറ്റീവ് സിഗ്നലുകൾ മാത്രമേ പിടിച്ചെടുക്കൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ശരി, പ്ലാൻ പറയില്ല, ദുഃഖം പറയില്ല, എങ്കിൽ പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറയാമല്ലോ എന്ന്. അല്ല സുഹൃത്തുക്കളെ, ഇവിടെയാണ് യഥാർത്ഥ കളിയിരിക്കുന്നത്. കാരണം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ പോക്കറ്റും നിങ്ങളുടെ നിലവാരവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വസിക്കൂ എന്നാണോ നിങ്ങൾ ഈ മൂന്നാമത്തെ നിയമം തെറ്റിക്കുന്നത്? അന്നു മുതൽ നിങ്ങൾ അവർക്കൊരു മനുഷ്യനല്ല, മറിച്ച് ഒരു ATM മെഷീൻ മാത്രമായിരിക്കും. വലിയ വലിയ പണക്കാർ പോലും കുടുങ്ങിപ്പോയ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു കെണിയാണിത്. മൂന്നാമത്തെ ഗുപ്ത നിയമം നിങ്ങളുടെ യഥാർത്ഥ വരുമാനവും ബാങ്ക് ബാലൻസും അതീവ രഹസ്യമായി സൂക്ഷിക്കുക. സുഹൃത്തുക്കളെ, പണം ഒരു വിചിത്രമായ കാര്യമാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളെ പാവം എന്ന് വിളിച്ച് ഒഴിവാക്കും. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇരയായി കണ്ടു വളയും. നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ മോശമായ ഒരു ശീലമുണ്ട്, കാട്ടിക്കൂട്ടൽ. പുതിയ വണ്ടിയെടുത്തു, പുതിയ വീടെടുത്തു, ബോണസ് കിട്ടി, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു. ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ സന്തോഷം കൊട്ടിഘോഷിക്കും. അബദ്ധത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്തായി ശമ്പളം എത്രയുണ്ട്, അല്ലെങ്കിൽ വരുമാനമൊക്കെ എങ്ങനെയെന്ന്, അപ്പോൾ നമ്മുടെ നെഞ്ചു വിരിയും. നമ്മൾ അഭിമാനത്തോടെ ആ കണക്ക് പറയും. അവിടെ നിങ്ങൾ സ്വന്തം കാലിൽ കോടാലി വെച്ചു. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പണം സംരക്ഷിക്കുക എന്നത് പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് എന്ന്. ബന്ധുക്കൾക്ക് നിങ്ങളുടെ യഥാർത്ഥ വരുമാനം അറിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കാൽക്കുലേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങും. അവർ നിങ്ങളുടെ കഷ്ടപ്പാടോ നിങ്ങളുടെ പോരാട്ടമോ നിങ്ങളുടെ ചിലവുകളോ കാണില്ല, അവർ നിങ്ങളുടെ ബാക്കിരിപ്പ് മാത്രമേ കാണൂ. നിങ്ങൾ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ നിങ്ങൾ പണക്കാരനാണ്. ഇനി നാളെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ചെറിയൊരു ചിലവ് വന്നാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം വേണമെങ്കിൽ അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ വാതിക്കലേക്കായിരിക്കും. നിങ്ങൾക്ക് നിരസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ പോക്കറ്റിൽ പണമുണ്ടെന്ന് അവർക്കറിയാം. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഹങ്കാരിയും പിശുക്കനുമായി മുദ്രകുത്തപ്പെടും. ഇനി കൊടുത്താലോ? ആ പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കാരണം നിനക്കെന്താ കുഴപ്പം, നീ ധാരാളം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നാണ് അവരുടെ ചിന്ത. ഇതിലും മോശമെന്തെന്നാൽ നിങ്ങൾ അവരെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെന്ന് അവർ അറിയുമ്പോൾ അവർ താരതമ്യത്തിന്റെ തീയിൽ വെന്തുരുകാൻ തുടങ്ങും. ഇന്നലെ വരെ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിച്ചിരുന്ന ബന്ധുക്കൾ ഇപ്പോൾ സ്വന്തം മക്കളെ നിങ്ങളുടെ മക്കൾക്കെതിരെ തിരിക്കും. അവർ നിങ്ങളുടെ ജീവിതരീതിയിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. പണം വന്നെങ്കിലും സംസ്കാരം വന്നില്ല എന്നതുപോലെയുള്ള വർത്തമാനങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ഇരുണ്ട നീതിയുടെ മൂന്നാമത്തെ നിയമം എപ്പോഴും താഴ്ത്തി കാണിക്കുക. നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും കഷ്ടിച്ചാണ് പോകുന്നത് എന്ന് കാണിക്കുക. നിങ്ങളുടെ വണ്ടികളുടെയും ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും
ആഡംബരങ്ങളുടെയും വിലവിവരം ബന്ധുക്കളുടെ മുന്നിൽ തുറക്കരുത്. എങ്ങനെയുണ്ട് എന്നവർ ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പറയുക, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, വല്ലാത്ത വിലക്കയറ്റമാണ്, ചെലവൊന്നും നടക്കുന്നില്ല എന്ന്. ഓർക്കുക, കരയുന്ന മനുഷ്യനോട് ആരും കടം ചോദിക്കില്ല, പാവപ്പെട്ടവനായി കാണപ്പെടുന്നവനോട് ആർക്കും അസൂയ തോന്നില്ല. നിങ്ങളുടെ സമൃദ്ധിയെ ഒരു രഹസ്യമാക്കി വയ്ക്കുക. അവർ ഊഹിക്കട്ടെ, അവർ കണക്കുകൂട്ടട്ടെ, പക്ഷെ സത്യം ഒരിക്കലും പറയരുത്. എന്നാണോ അവർ നിങ്ങളുടെ ആസ്തി അറിയുന്നത്, അന്നു മുതൽ നിങ്ങളുടെ സുരക്ഷയും സമാധാനവും അപകടത്തിലാകും. നാലാമത്തെ ഗുപ്തനിയമം: നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെയും സഹായങ്ങളുടെയും ഗുണഗാനം ഒരിക്കലും നടത്തരുത്. ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം, പക്ഷേ ഇത് ചാണക്യന്റെ നയതന്ത്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ആവേശത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉദാരത തെളിയിക്കാനോ വേണ്ടി ബന്ധുക്കളോട് പറയും, ഞാൻ രമേശിന്റെ മകളുടെ കല്യാണത്തിന് 50,000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എന്റെ ആ സുഹൃത്തിനെ മുങ്ങിത്താഴാതെ രക്ഷിച്ചുവെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വില കൂടുമെന്നും ആളുകൾ നമ്മളെ ദാനവീരൻ കർണനായി കാണുമെന്നും നമ്മൾ കരുതും. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ്. നിങ്ങൾ ഇന്നയാളെ സഹായിച്ചുവെന്ന് ബന്ധുക്കളോട് പറയുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ 2 സന്ദേശങ്ങളാണ് നൽകുന്നത്. 1. എന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. 2. ഞാൻ എളുപ്പത്തിൽ അലിയുന്നവനാണ്, എന്നെ എളുപ്പത്തിൽ പറ്റിക്കാനോ വികാരഭരിതനാക്കിയോ പണം വാങ്ങാം. ബന്ധുക്കൾ നിങ്ങൾ ദയാലുവാണെന്നല്ല കരുതുക, നിങ്ങളൊരു എളുപ്പമുള്ള ഇരയാണെന്നാണ് കരുതുക. അവർ ചിന്തിക്കും, അവൻ ആ രമേശിനെ സഹായിച്ചെങ്കിൽ എന്നെ എന്തുകൊണ്ട് സഹായിച്ചുകൂടാ, ഞാൻ സ്വന്തം ചോരയല്ലേ. ഇപ്പോൾ അവർ അവരുടെ അവകാശം സ്ഥാപിക്കാൻ തുടങ്ങും. എന്നാണോ നിങ്ങൾ അവരോടില്ല എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ സത്യമായും പണമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ പഴയ ഉദാരതയെ അവർ നിങ്ങൾക്കെതിരെ ആയുധമാക്കും. നാട്ടുകാർക്ക് മുന്നിൽ വലിയ ദാനശീലൻ സ്വന്തം ആളുകൾക്ക് നേരെ കൈമലർത്തുന്നു എന്ന് അവർ പറയും. നിങ്ങളുടെ പഴയ നന്മ ഇപ്പോൾ നിങ്ങളുടെ തൊണ്ടയിലെ മുള്ളായി മാറും. ചാണക്യൻ പറഞ്ഞിരുന്നു, ഗുപ്തദാനമാണ് മഹാദാനമെന്ന്. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചെങ്കിൽ അത് അവിടെ തന്നെ കുഴിച്ചു മൂടുക. വലതുകൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത്. ബന്ധുക്കളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് തന്നെ തികയുന്നില്ല, ഞാൻ എങ്ങനെ മറ്റൊരാളെ സഹായിക്കാനാണ് എന്ന ഭാവത്തിൽ നിൽക്കുക. നിങ്ങൾ കർക്കശക്കാരനാണെന്നോ പിശുക്കനാണെന്നോ അല്ലെങ്കിൽ കഷ്ടത്തിലാണെന്നോ ആളുകൾക്ക് തോന്നിയാൽ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. പ്രതീക്ഷയില്ലാത്താടത്തില്ല എന്ന് പറയുമ്പോൾ വഴക്കുമുണ്ടാകില്ല. നിങ്ങളുടെ ദയയെ നിങ്ങളുടെ ബലഹീനതയാക്കാൻ അനുവദിക്കരുത്. അതൊരു രഹസ്യശക്തിയായി ഉപയോഗിക്കുക, അല്ലാതെ നിങ്ങളുടെ പരസ്യത്തിനു വേണ്ടി ഉപയോഗിക്കരുത്. 5. ഗുപ്തനിയമം: നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യങ്ങളും ദുർബലമായ കണ്ണികളും. എല്ലാ കുടുംബത്തിലും ഒരു വിഭീഷണനുണ്ടാകും, ഒരു ദുർബലമായ കണ്ണിയുണ്ടാകും. അത് ചിലപ്പോൾ കാര്യഗൗരവമില്ലാത്ത നിങ്ങളുടെ സഹോദരനാകാം, അല്ലെങ്കിൽ നിഷ്കളങ്കയായ നിങ്ങളുടെ ഭാര്യയാകാം, അല്ലെങ്കിൽ അധികം സംസാരിക്കുന്ന നിങ്ങളുടെ അച്ഛനാകാം. അതുമല്ലെങ്കിൽ പുറത്തറിഞ്ഞാൽ നാണക്കേടുണ്ടാകുന്ന എന്തെങ്കിലും പഴയ പകയോ രഹസ്യമോ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. ബന്ധുക്കൾ എപ്പോഴും തക്കം പാർത്തിരിക്കുകയാണ്. അവർ വർത്തമാനത്തിനിടയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തായി, സഹോദരന്റെ ജോലി ശരിയായോ, അവനാകെ വിഷമത്തിലായിരുന്നല്ലോ, അല്ലെങ്കിൽ മരുമകളെ ഈയിടെയായി കാണുന്നില്ലല്ലോ, എല്ലാം ശരിയല്ലേ? ഈ ചോദ്യങ്ങൾ നിഷ്കളങ്കമല്ല, ഇത് ചാരപ്പണിയാണ്. അബദ്ധത്തിൽ പോലും നിങ്ങൾ പറഞ്ഞുപോയാൽ, അതെ, സഹോദരൻ ഇപ്പോൾ തെറ്റായ കൂട്ടുകെട്ടിലാണ്, അല്ലെങ്കിൽ ഭാര്യയുമായി ചെറിയ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ കോട്ടയുടെ താക്കോൽ കൊടുത്തു എന്ന് കരുതുക. അവർ ആ ദുർബലമായ കണ്ണിയെ പിടികൂടും. അവർ നിങ്ങളുടെ സഹോദരനെ വീണ്ടും വഴിതെറ്റിക്കും, നിങ്ങളുടെ ഭാര്യയുടെ ചെവിയിലില്ലാത്ത കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ആ രഹസ്യം സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ മാനം നശിപ്പിക്കും. ചാണക്യനീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഒറ്റക്കെട്ടാണെന്നുള്ള പ്രകടനം. വീടിനുള്ളിൽ പാത്രങ്ങൾ തമ്മിൽ എത്ര മുട്ടിയാലും പുറത്തുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ ഒന്നാണെന്ന് കാണിക്കുക. എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും നല്ല രീതിയിലാണ് എന്ന് കാണിക്കുക. ഈ കുടുംബത്തിൽ വിള്ളലുകളില്ല എന്ന് പുറത്തുള്ളവർ കാണുമ്പോൾ അവർക്ക് നുഴഞ്ഞുകയറാൻ ഇടം കിട്ടില്ല. സ്വന്തം കുടുംബാംഗങ്ങളെക്കുറിച്ച് ബന്ധുക്കളുടെ മുന്നിൽ കുറ്റം പറയുന്നത് സ്വന്തം കാലിൽ വെടിവെക്കുന്നത് പോലെയാണ്. കാരണം ഇന്ന് നിങ്ങൾ കുറ്റം പറയും, നാളെ നിങ്ങൾ കുടുംബത്തോടൊപ്പം വീണ്ടും ഒന്നാകും. പക്ഷെ ആ ബന്ധുക്കൾ ആ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കില്ല, സമയം വരുമ്പോൾ അത് ആയുധമായി ഉപയോഗിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലെ സത്യം ഒരിക്കലും പുറത്തുപോകാൻ അനുവദിക്കരുത്. ശക്തിയും രഹസ്യവും ഒളിപ്പിച്ചുവെച്ച ഒരടഞ്ഞ മുഷ്ടി പോലെ ഇരിക്കുക. അവസാനമായി രഹസ്യമാണ് ശക്തി. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ചാണക്യന്റെ ആ 5 ഗുപ്തനീതികൾ. നിങ്ങളുടെ അടുത്ത നീക്കം ഒളിപ്പിച്ചുവെക്കുക. നിങ്ങളുടെ ദുഃഖവും ബലഹീനതയും മറച്ചുവെക്കുക. നിങ്ങളുടെ യഥാർത്ഥ വരുമാനം രഹസ്യമാക്കുക. നിങ്ങളുടെ ഉദാരത കൊട്ടിഘോഷിക്കരുത്. നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ഓർക്കുക, ബന്ധുക്കൾ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് അസൂയയും സ്വാർത്ഥതയും മനുഷ്യനെ അന്ധനാക്കും എന്നതുകൊണ്ടാണ്. നിങ്ങളൊരു തുറന്ന പുസ്തകമാകുമ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ നിങ്ങളൊരു രഹസ്യമായി മാറുമ്പോൾ അധികാരം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. നിഗൂഢമായ അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയായ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നു, അവനെ ബഹുമാനിക്കുന്നു, അവനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ നാവിന് പൂട്ടിടുക. ആളുകൾ ഫലം മാത്രം കാണട്ടെ, പ്രക്രിയ കാണേണ്ടതില്ല. നിങ്ങളുടെ വളർച്ച കണ്ട് അവർ അത്ഭുതപ്പെടണം. ഇതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് പിടികിട്ടരുത്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം.
ഇന്നു മുതൽ ഈ 5 പൂട്ടുകളിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ ശക്തി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഈ പ്രതിജ്ഞ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഏതെങ്കിലും ബന്ധുവിന് നിങ്ങളോട് അസൂയയുണ്ടെന്നും അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും എങ്ങനെ തിരിച്ചറിയാം എന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. കാരണം അടുത്ത തവണ ഇതിലും ശക്തമായ കാര്യങ്ങളുമായാണ് ഞാൻ വരുന്നത്. അതുവരെ നിശബ്ദനായിരിക്കുക, പ്രവർത്തിക്കുക, നിങ്ങളുടെ ലോകം നിങ്ങളുടെ നിബന്ധനകളിൽ നയിക്കുക.